നമസ്കാരം. ഇന്ന് ദിനം പ്രതി കാലാവസ്ഥ വ്യതിയാനം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യകാലത്ത് ഇപ്പോൾ മഴക്കാലത്താണെങ്കിൽ മഴ, വേനൽക്കാലത്താണെങ്കിൽ വെയിൽ, അങ്ങനെ പറയാവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അതല്ല. എപ്പോഴാണ് മഴയുണ്ടാവുക, അല്ലെങ്കിൽ എപ്പോഴാണ് വെയിൽ ഉദിക്കുക, അല്ലെങ്കിൽ തന്നെ പ്രകൃതിക്ഷോഭങ്ങൾ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാവാം. അപ്പോൾ ഇതൊക്കെ പ്രവചനത്തിന് അതീതമാണോ, അല്ലെങ്കിൽ ഇതൊക്കെ പ്രവചിക്കാൻ സാധിക്കുന്നതാണോ എന്നുള്ളൊരു ചോദ്യം എപ്പോഴും നമ്മുടെ മുമ്പിൽ ഉണ്ടാവാറുണ്ട്. ഈ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനം എങ്ങനെയാണ് സംഭവിക്കുന്നത്, അത് എത്രത്തോളം ശാസ്ത്രീയമായിട്ട് നമുക്ക് മുന്നേ കൂട്ടി പ്രവചിക്കാൻ സാധിക്കും, അതിന് ജ്യോതിഷവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, ഇതെല്ലാമാണ് ഇന്ന് നമ്മുടെ ചർച്ചാ വിഷയം. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കാൻ ഇവിടെ എത്തിയിട്ടുള്ളത് ഒരു ബഹുമുഖ പ്രതിഭയാണ്. ഒരു ശാസ്ത്രജ്ഞനാണ്, ജ്യോതിഷിയാണ്, അധ്യാപകനാണ്, ഒരു സംവിധായകനാണ്, എഴുത്തുകാരനാണ്. ഇങ്ങനെ നിരവധി വിശേഷണങ്ങളുള്ള ഒരു ബഹുമുഖ പ്രതിഭയാണ്. അതിനേക്കാൾ എല്ലാം ഉപരിയായിട്ട് ഗണിതശാസ്ത്രത്തിൽ തെളിയിക്കപ്പെടാതെ കിടന്നിരുന്ന ഫെർമിക് അന്ത്യസിദ്ധാന്തം കണ്ടെത്തി 2003 അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന അബ്ദുൽ കലാമിൽ നിന്ന് നേരിട്ട് അഭിനന്ദനം ഏറ്റുവാങ്ങിയിട്ടുള്ള വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ 2018 പ്രളയം പ്രവചിച്ച ശ്രദ്ധാകേന്ദ്രമായിട്ടുള്ള ഒരു വ്യക്തിത്വം കൂടിയാണ്. ഇപ്പോൾ അദ്ദേഹം കുട്ടനെല്ലൂർ സി അച്യുതമേനോൻ ഗവൺമെൻറ് കോളേജിൽ സ്റ്റാറ്റിസ്റ്റിക് വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ജോലി ചെയ്യുകയാണ്. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. ഉണ്ണികൃഷ്ണൻ തെക്കേപ്പാട്ട്. മാഷേ നമസ്കാരം. അപ്പോൾ ഞാൻ ഒരുപാട് വിശേഷണങ്ങളല്ല, ഇതെല്ലാം മാഷ്ക്ക് കൃത്യമായിട്ട് ചേരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഒരുപാട് മേഖലകളിൽ ഇങ്ങനെ വിഹരിക്കുന്ന ഒരു വ്യക്തി കൂടിയിട്ടാണ്. മാത്രമല്ല വളരെ സൗമ്യനായിട്ടുള്ളൊരു വ്യക്തി കൂടിയാണ് അല്ലേ മാഷേ? അപ്പോൾ മാഷേ, നമ്മളിന്ന് കാലാവസ്ഥാ പ്രവചനം ഇതേക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ജ്യോതിഷവുമായിട്ട് ഒരുപാട് ബന്ധം, അല്ലെങ്കിൽ അത് എങ്ങനെ പ്രവചിക്കാം എന്നതാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്, കാലാവസ്ഥാ പ്രവചനം അതിൻ്റെ ശാസ്ത്രീയത നമുക്ക് എത്രത്തോളം ഉണ്ടെന്ന് പറയാൻ സാധിക്കും? കാലാവസ്ഥ എന്ന് വെച്ചാൽ ഈ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ സ്ഥിതി 3 ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതായതുകൊണ്ട് കൃത്യമായിട്ട് പ്രഡിക്ഷൻ ഒരിക്കലും സാധ്യമല്ല. എത്ര മോഡേൺ ടെക്നോളജി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ഒരു 24 മണിക്കൂർ അല്ലെങ്കിൽ 48 മണിക്കൂർ മുമ്പ് മാത്രമുള്ള പ്രഡിക്ഷൻ മാത്രമേ അതിലൂടെ നമുക്ക് സാധ്യമാവുള്ളൂ. ഉപഗ്രഹങ്ങളുടെ ചിത്രം വെച്ചാലും ഇതിൻ്റെ കാറ്റും പല ഘടകങ്ങളും ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ടെമ്പറേച്ചർ, കടലിലെ ടെമ്പറേച്ചർ, പിന്നെ ഹ്യൂമിഡിറ്റി, വിൻഡ് സ്പീഡ്, വിൻഡിൻ്റെ ഡയറക്ഷൻ, ഇങ്ങനെ എല്ലാം കൂടിയിട്ടുള്ള ഒരു പ്രഡിക്ഷൻ ഏതെങ്കിലും ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ മൊത്തം തെറ്റും. അതുകൊണ്ട് ഇന്ത്യയുടെ ഒരു വെതർ പ്രഡിക്ഷൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. മറ്റുള്ള ജർമ്മനി അല്ലെങ്കിൽ കാനഡ അവിടെയൊക്കെ ആണെങ്കിൽ കൃത്യമായിട്ട് പ്രഡിക്ഷൻ നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് കാലാവസ്ഥ പ്രവചനം എന്ന് പറയുന്നത് കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്ന ഒന്നല്ല. പക്ഷേ ഏതൊക്കെ മാനദണ്ഡങ്ങൾ വെച്ചിട്ടാണ് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? മോഡേൺ മെത്തേഡിൽ ഒരു 21 പാരാമീറ്റർ മോഡൽ, 8 പാരാമീറ്റർ മോഡൽ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പല മോഡലുകൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഓരോ മോഡലും പരീക്ഷിക്കുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ടുകളും എററുകളും കണ്ടുപിടിക്കുന്നത്. അതിനനുസരിച്ച് മോഡൽ പരിഷ്കരിക്കുന്നുണ്ട്. ഇപ്പോൾ പിന്നെ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കിംഗ്, പിന്നെ അങ്ങനത്തെ ഡാറ്റ മൈനിങ് ടെക്നോളജി ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് കുറച്ചുകൂടി നല്ല ഒരു പ്രഡിക്ഷൻ പറ്റുന്നതെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഈ കൊടുങ്കാറ്റ് അങ്ങനത്തെ ഇതൊക്കെ പ്രഡിക്റ്റ് ചെയ്യണമെങ്കിൽ അത് വളരെ ഉപയോഗപ്രദമാണ്. ആ സമയത്ത് ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം 24 മണിക്കൂർ മുമ്പോ 48 മണിക്കൂർ മുമ്പോ മഴ പെയ്യുന്ന പ്രിഡിക്റ്റ് ചെയ്തിട്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കൊയ്യാനോ അല്ലെങ്കിൽ വിത്ത് വിതയ്ക്കാനോ ഒന്നും സാധിക്കില്ല. ഇപ്പോൾ നമ്മൾ ജ്യോതിഷത്തിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ ജ്യോതിഷം വിശ്വസിക്കുന്ന ആളുകളുണ്ടാവാം, അവിശ്വസനീയമായെന്ന് ചിന്തിച്ച് നടക്കുന്ന ഒരു വിഭാഗവും ഉണ്ടാവാം. പക്ഷേ നമുക്ക് ഈ ഒരു കാലാവസ്ഥാ ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ അത് എത്രത്തോളം ശാസ്ത്രീയത അതിലുണ്ട്? ഈ ജ്യോതിഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈദിക സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയാൻ പറ്റും. പണ്ട് കാലത്ത് ഈ ഡാറ്റ ക്രോഡീകരിച്ചിരുന്നത് ഈ ജ്യോതിഷം വെച്ചിട്ടാണ്. ഇപ്പോൾ കലണ്ടറോ ക്ലോക്കോ ഒന്നും ഇല്ലാത്തൊരു കാലം, എഴുതി വയ്ക്കാൻ പേപ്പറില്ല, അങ്ങനെയുള്ള കാലഘട്ടത്തിൽ വാമൊഴിയായിട്ടാണിത് മറ്റുള്ളവരിലേക്ക് പകർന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ അക്കങ്ങൾ തന്നെ ഉണ്ടാവില്ല. അക്കങ്ങൾക്ക് പകരം എന്തെങ്കിലും അക്ഷരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഓരോ ശ്ലോകങ്ങളിലൂടെ, ഇപ്പോൾ ആയുരാരോഗ്യ സൗഖ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കലിദിനാണ്. അങ്ങനത്തെ കോഡ് വെച്ചിട്ടാണ് ഗ്രഹങ്ങളുടെ പൊസിഷനും അതിൻ്റെ വേഗതയും ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ശരിക്ക് നമ്മുടെ ആഴ്ചകൾക്ക് തന്നെ പേര് വരുന്നത്. അർക്ക ശുക്ര ബുധ ചന്ദ്ര മന്ദജീവധരാസുധ എന്ന് പറയുന്ന ഒരു ശ്ലോകപ്രകാരം നമ്മൾ 24 മണിക്കൂറിനും ഓരോ ഗ്രഹങ്ങൾക്ക് ഒരു ഓർഡർ കൊടുത്തിരിക്കുക. അപ്പോൾ ഞായറാഴ്ച എന്ന് വെച്ചെങ്കിൽ അർക്ക ശുക്ര ബുധ ചന്ദ്ര മന്ദ ജീവധരാസുധ എന്നിങ്ങനെ 24 മണിക്കൂർ കഴിഞ്ഞ് 25-ാമത്തെ മണിക്കൂറിൽ ചന്ദ്രൻ വരും. അപ്പോൾ തിങ്കളാഴ്ചയാവും. പിന്നെ അവിടുന്ന്
25-ാമത്തെ മണിക്കൂർ വരുമ്പോൾ ചൊവ്വ വരും. അങ്ങനെയാണ് ചൊവ്വാഴ്ച ആഴ്ചകൾക്ക് വരും പ്രകാരമാണ് നമ്മൾ ആഴ്ചകളടക്കം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിന് പണ്ട് കാലത്ത് കലണ്ടറോ ക്ലോക്കോ ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് ഈ ഗ്രഹങ്ങളുടെ പൊസിഷൻ കാൽക്കുലേറ്റ് ചെയ്യാനും അത് ഇങ്ങനെ നമുക്ക് പകർന്നു കൊടുക്കാനും വേറെ വഴിയൊന്നും ആയിരുന്നില്ല. അപ്പോൾ വാമൊഴിയായിട്ട് അങ്ങനെ പോയിരുന്നേ. അപ്പോൾ അതിൽ ഈ ഓരോ അക്ഷരങ്ങൾക്കും ഓരോ സംഖ്യ കൽപ്പിച്ചുകൊണ്ടാണ് അവരുടെ കാൽക്കുലേഷനൊക്കെ വരുന്നത്. ഭൂതസംഖ്യ സമ്പ്രദായം, അതുപോലെ കടവയാതി സമ്പ്രദായം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സമ്പ്രദായങ്ങളുണ്ട്. അത് വെച്ചിട്ടാണ് ഈ ഗ്രഹങ്ങളുടെ ഗണിതം ഒക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നത്. അപ്പോൾ ഈ ടൈം സീരീസ് മെത്തേഡ്സ് എന്ന് പറഞ്ഞിട്ട് മോഡേൺ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഒരു മെത്തേഡ് ഉണ്ട്. പണ്ടെന്നോ സംഭവിച്ചിട്ടുള്ള ഉയർച്ച താഴ്ചകളൊക്കെ വീണ്ടും സംഭവിക്കുന്ന പറയണേ ഹിസ്റ്ററി റിപ്പീറ്റ്സ് ഇറ്റ് സെൽഫ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലൂടെയാണ് അത് പോണേ. അതിൽ ഒരു ടൈം സീരീസിനെ 4 ഘടകങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. 1 ട്രെൻഡ്, 2 സീസണാലിറ്റി, 3 സൈക്ലിക്കൽ കമ്പോണൻറ്റ്, 4ാമത്തെ ഇറഗുലർ കമ്പോണൻറ്റ് എന്ന് പറഞ്ഞിട്ട് 4ആയിട്ട് ഡിവൈഡ് ചെയ്യണേ. ഈ ജ്യോതിഷത്തിൽ വരുമ്പോഴും ഒരാൾ ജനിച്ച് വരുന്ന സമയം എടുക്കണമെങ്കിൽ അത് വെച്ചിട്ട് ഇയാളുടെ വേറൊരു ഘടകങ്ങളും ഇയാളെ സ്വാധീനിക്കില്ല എന്ന് ഉറപ്പ് വരുന്നെങ്കിൽ അയാളുടെ ഒരു ട്രെൻഡ് ഉണ്ട്, അത് വെച്ചിട്ടേ പോവുള്ളൂ. ഇതിനിടയിൽ സീസണൽ കമ്പോണൻസ് കയറി വരും. ഇപ്പോൾ ഇപ്പോഴത്തെ ക്ലൈമറ്റ് ഇയാളെ ബാധിക്കുമല്ലോ, അങ്ങനത്തെ സീസണൽ കമ്പോണൻറ്റ്. ഒരു വർഷക്കാലം വരുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, വേനൽക്കാലം വരുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, അതൊക്കെ കയറി വരുന്നതാണ് സീസണൽ കമ്പോണൻറ്റ്. അത് നമുക്ക് താൽക്കാലികമായിട്ടുള്ള ഗ്രഹനില വെച്ചിട്ട് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇതുകൂടാതെ ഇപ്പോൾ രാഹുദശ 18 കൊല്ലം മോശം ഫലമാണെന്ന് വെച്ചെങ്കിൽ പിന്നെ വരുന്ന വ്യാഴം 16 കൊല്ലം നല്ല ഫലമാവും, പിന്നെ വരുന്ന ശനി 19 കൊല്ലം മോശമാവും, പിന്നെ വരുന്ന ബുധൻ നല്ലതാവും, പിന്നെ കേതു മോശമാവും, ശുക്രൻ നല്ലതാവും. ഇങ്ങനെയുള്ള ഒരു സൈക്ലിക്കൽ പാറ്റേൺ ഉണ്ട്. അതാണ് ദശ സമ്പ്രദായം. ഇതിനൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാവണം, ഇപ്പോൾ ഒരു ഉൾപ്പൊട്ടലുണ്ടായി, അല്ലെങ്കിൽ ഫ്ലഡ്, അല്ലെങ്കിൽ ഒരു യുദ്ധം ഉണ്ടായി, ഇങ്ങനെയൊക്കെ ഉണ്ടാവണതിനെ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ്. അതൊരു റെഗൽ കമ്പോണൻ്റ് ആയിട്ട് നിൽക്കും. ഇങ്ങനെ ആ ടൈം സീരീസിനെ ഈ ജ്യോതിഷമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്ത് നിർത്താൻ പറ്റും. ഈ കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മറ്റുള്ളതിലേക്കൊക്കെ പ്രഡിക്ഷൻ കൊണ്ടുവരണത്. ഇപ്പോൾ മുഹൂർത്ത ഗണിതമാണ് ജ്യോതിഷത്തിൽ ഏറ്റവും ആദ്യം ഉണ്ടായിട്ടുള്ളത്. യാഗങ്ങളോ മറ്റുള്ളതൊക്കെ നടത്താൻ ഏറ്റവും പ്രസന്നമായിട്ടുള്ള അന്തരീക്ഷം കിട്ടണം. ഇപ്പോഴൊരു മുഹൂർത്ത സമയത്ത് മഴ പെയ്യില്ല, അതിന് മുഹൂർത്തത്തിന്റെ പ്രാധാന്യം പറയണേ. അങ്ങനെ മുഹൂർത്ത സമയത്ത് ഇടി മുഴങ്ങി എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ നോക്കിയിട്ടാണ് മുഹൂർത്തം വരെ പ്രവചിക്കുന്നത്. ഇഷ്ടാഹ കൃഷ്ണാഷ്ടമി എന്ന് പറഞ്ഞിട്ടൊരു ശ്ലോകം ഉണ്ട്. ആ ശ്ലോകത്തിൽ പറയണ ആ റൂള് വെച്ച് പോയി കഴിഞ്ഞാൽ ആ കിട്ടണ മുഹൂർത്തത്തിൽ വളരെ പ്രസന്നമായിട്ടുള്ള ഒരു അന്തരീക്ഷമാവും. ഒരു പ്രകൃതിക്ഷോഭങ്ങളൊന്നും ഉണ്ടാവാത്ത. അപ്പോൾ നമ്മളിപ്പോൾ പ്രവചനം എന്ന് പറയുമ്പോൾ ഇപ്പോൾ മഴ പ്രവചിക്കുകയാണ്, അത് ജ്യോതിഷത്തിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഇപ്പോൾ ഇന്ന് മഴ പെയ്യും അല്ലെങ്കിൽ മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളത് മഴയ്ക്ക് സാധ്യതയുണ്ടാകാം, മഴ അതൊരു എപ്പോഴും ഒരു തമാശ രൂപേണ അടക്കം പറയുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷെ അതെങ്ങനെയാണ് ജ്യോതിഷത്തിൽ കാണുന്നത്? അത് ഈ വരാഹമിഹിരൻ 1500 വർഷം മുമ്പ് എഴുതിയിട്ടുള്ളതാണ്. ഈ ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ്റെ സദസ്സിലുള്ളൊരു പ്രധാന വ്യക്തിയായിരുന്നു ഈ വരാഹമിഹിരനെ. ബാക്കിയുള്ളവരൊക്കെ ഘടകർപ്പര കാളിദാസ എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ടെങ്കിലും ഖ്യാതോ വരാഹമിഹിര എന്ന് പറഞ്ഞിട്ട് അയച്ചനെ. വരാഹമിഹിര അതിൽ പ്രശസ്തനായിരുന്നു എന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം ആഷാഢമാസത്തിൽ ഗ്രഹണം സംഭവിക്കണമെങ്കിൽ ആ കൊല്ലം പ്രളയം ഉണ്ടാവും എന്നുള്ള ഒരു ശ്ലോകം ഉണ്ട് അതിൽ. 1500 കൊല്ലം മുമ്പ് എഴുതിയിട്ടുള്ളതാണ്. 1924 കർക്കിടക മാസത്തിലെ ഗ്രഹണം വന്നിരിക്കണേ. അന്നാണ് 99 വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുള്ളത്. പിന്നെ 1961 അങ്ങനെ വന്നേനെ. അന്ന് ഗംഭീര പ്രളയം മഴ ഉണ്ടായിട്ടുണ്ട്. പിന്നെ വന്ന് 2018 അതുകൊണ്ടാണ് 2019 മിഥുനമാസം 32-ാം തീയതി ഗ്രഹണം വന്നിട്ടുണ്ട്. അത് കാരണം ഏകദേശം കർക്കിടകം പോലെ ആയതുകൊണ്ട് സമാന ഒരു സംഭവം ഉണ്ടായി, പ്രളയത്തിന്റെ ഒരു അവസ്ഥയിലേക്ക് പോയി എന്നുള്ളത്. പിന്നെ ഈ ബുധശുക്ര യോഗങ്ങൾ വരുമ്പോഴാണ് പലപ്പോഴും മഴ ഉണ്ടാവണേ. ബുധനും ശുക്രനും കൂടിയിട്ട് ഒരു 30 ഡിഗ്രി ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ മഴ പ്രതീക്ഷിക്കാം. വേനൽക്കാലത്താണെങ്കിലും അങ്ങനത്തെ ഒരു സമയത്ത് മഴ ഉണ്ടാവും. അതടുക്കും തോറും ആ മഴയുടെ ഇന്റൻസിറ്റി കൂടി വരികയാണ്. അതാണ് ഒറ്റടിക്ക് ഭയങ്കര ശക്തിയിലൊക്കെ മഴ പെയ്തു പോകുന്നത്. പക്ഷെ അതിലും എത്രത്തോളം ശാസ്ത്രം ഇപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു കണക്ക് പ്രകാരം മഴ ഉണ്ട് എന്ന് പറഞ്ഞൊരു പ്രവചനം നടന്നു, പക്ഷെ ആ ഒരു സമയത്ത് മഴ ഉണ്ടായില്ലെന്നും വരാം. അപ്പോൾ അവിടെ ആ ഒരു സമയത്ത് അവിടെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? പക്ഷെ ഈ ബുധനും ശുക്രനും തമ്മിൽ ആ യോഗം വരുന്ന സമയത്താണ് ന്യൂനമർദ്ദം ഫോം ചെയ്യണത്. ന്യൂനമർദ്ദം പിന്നെ എന്തെങ്കിലും കാറ്റിന്റെ എഫക്റ്റുകളെ കൊണ്ടൊക്കെ മാറി പോകുമ്പോഴാണ് മഴ പെയ്യാതെ. കാലാവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് എപ്പോ വേണമെങ്കിലും മാറാവുന്ന ഒരു ഇപ്പോ നേരത്തെ മാഷ് പറഞ്ഞ പോലെ ഒരു കാറ്റ് വന്നു അതിന്റെ ഗതി മാറുമ്പോൾ ആ രീതിക്ക് പോവാം. ഇപ്പൊ പലപ്പോഴും പണ്ടുള്ള ആൾക്കാർ പറഞ്ഞിട്ട് ചില ചെടികൾ അല്ലെങ്കിൽ ചില പൂക്കളൊക്കെ പുഷ്പിക്കുമ്പോൾ അത് മഴ വരും എന്നുള്ളതിന്റെ ഒരു അറിവാണ് എന്നൊക്കെ അങ്ങനെ പഴമക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുപോലെ പ്രകൃതി നമുക്ക് എന്തെങ്കിലും നൽകുന്ന ഒരു സൂചനയുണ്ടോ? ഈ കൊന്ന നേരത്തെ പൂക്കണത്
മഴ നേരത്തെ വരാനുള്ള ടെൻഡൻസി കാണിക്കുന്നതാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഉറുമ്പുകൾ മുട്ട കൂട്ടിൽ നിന്ന് ഇങ്ങനെ വരുന്നതിന് കൊണ്ടുപോകുന്നത് മഴ വരാനുള്ള ഒരു ലക്ഷണം കാണിക്കുന്നതാണ്. അതേപോലെ ഓന്ത് മരത്തിൻ്റെ മുകളിൽ കയറി മുകളിലേക്ക് ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത്, അങ്ങനത്തെ കുറേ ലക്ഷണങ്ങൾ പറയുന്നുണ്ട്. കാളകളും പശുക്കളൊക്കെ പേടിച്ച് ഓടി നടക്കുന്നതും ഒക്കെ മഴ വരാനുള്ള ലക്ഷണം കാണിക്കുന്നതാണ്. പിന്നെ കിഴക്ക് ഭാഗത്ത് മഴവില്ല് കാണുകയാണെങ്കിൽ മഴ വരുന്നൊക്കെ പറയുന്ന ഒരു ശ്ലോകങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു പ്രദേശത്തെ മാത്രം കേന്ദ്രീകരിച്ചിട്ട് പ്രവചനങ്ങൾ നടത്താറുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ പറയുമ്പോൾ തിരുവനന്തപുരത്ത് റെഡ് അലേർട്ടാണ്, ഇപ്പോൾ ഒക്കെ അങ്ങനെയാണ്, റെഡ് യെല്ലോ അലേർട്ടുകളാണ് പറയുന്നത്. അപ്പോൾ അവിടുത്തെ ആ ഒരു പ്രദേശത്തെ എത്രമാത്രം മഴ പെയ്യും എന്നുള്ള ഒരു കണക്ക് പ്രകാരമാണ് പറയുന്നത്. അതിനെന്താണ് ഒരു മാനദണ്ഡം ഇന്നൊരു പ്രദേശത്തുള്ള? അത് അവിടുത്തെ വേപ്പർ പ്രഷറും ജിയോഗ്രഫിക്കൽ ലൊക്കേഷനൊക്കെ നോക്കിയിട്ട് ഇപ്പോൾ സമുദ്രനിരപ്പിൽ നിന്ന് എത്ര ഹൈറ്റിലാണ് കിടക്കുന്നത് വെച്ചെങ്കിൽ അതിനൊരു വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ കാറ്റ് കടലിൽ നിന്ന് വീശിയിട്ട് പശ്ചിമഘട്ടത്തിൽ തട്ടുമ്പോൾ അതൊരു 900 മീറ്റർ തൊട്ടിട്ട് 1200 മീറ്റർ വരെ ഹൈറ്റിലേക്ക് പോകുമ്പോൾ ആ വെള്ളം കൂടുതൽ തണുക്കും, അതിലുള്ള നീരാവി. അപ്പോഴാണ് അത് മഴയായിട്ട് വീഴണത്. അപ്പോൾ ഈ ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ എന്തായാലും അതിനെ ബാധിക്കും. ഇപ്പോൾ നേരത്തെ മാഷ് പറഞ്ഞു നമ്മളൊരു ജ്യോതിഷവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 1964 ഗ്രഹണങ്ങൾ സംഭവിക്കുമ്പോൾ 24 അത് സംഭവിക്കുമ്പോൾ എന്തായാലും അന്ന് പ്രളയം ഉണ്ടാവാൻ അല്ലെങ്കിൽ പ്രകൃതിക്ഷോഭം ഉണ്ടാവാനുള്ള ഒരു സാധ്യത ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ പക്ഷേ അങ്ങനെ ഒരു പ്രവചനം ഉണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് മുൻകൂട്ടി ഇത്തരത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങളെ കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതെന്ന് വെച്ചാൽ ജ്യോതിഷികൾക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ വെതർ ഫോർകാസ്റ്റിംഗ് അതൊന്നും നടത്തിയ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലല്ലോ. അവര് ആളുകളുടെ പ്രവചനത്തിലേക്ക് വരികയാണെങ്കിൽ അവർക്കൊരു വരുമാനമുണ്ട്, അതുകൊണ്ട് ഇതിലേക്ക് അങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതാണെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു ജ്യോതിഷങ്ങളുമായി ബന്ധപ്പെട്ട് അത്തരത്തിലൊരു പ്രവചനം കൂടി കണക്കിലെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ ഇത് മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് അതിനുള്ള എന്തെങ്കിലും മുന്നൊരുക്കങ്ങൾ ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ടല്ലേ? അത് എത്രത്തോളം കാര്യക്ഷമമായിട്ട് നടപ്പാക്കാൻ സാധിക്കും? ചൂരൽമല ദുരന്തമൊക്കെ ഉണ്ടായില്ലേ ആ സമയത്ത്, അത് 2024 ജൂലൈ 30 2024 ജൂലൈ 26 ഈ മറ്റേ വരാഹമീറിൻ്റെ ബൃഹത് ഹോര എന്ന് പറയുന്ന പുസ്തകമുണ്ട്, ഹോരാശാസ്ത്രം. അതിലെ 23-ാം അധ്യായത്തിൽ 10ാമത്തെ ശ്ലോകത്തിൽ ഇങ്ങനത്തെ ഒരു ഗ്രഹഘടന പറയുന്നുണ്ടായിരുന്നു. ലഗ്നത്തിൽ സൂര്യൻ വരിക, 5ലേക്ക് ചൊവ്വയുടെ ദൃഷ്ടി വരിക, അഷ്ടമത്തിൽ ശനി വരിക, 9ൽ ചന്ദ്രൻ വരിക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ശൈലാഗ്രം ഇടിഞ്ഞിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് പറയുന്ന ഒരു ശ്ലോകമുണ്ട്. അത് ശരിക്ക് 4 ദിവസം മുമ്പാണ് കാണിച്ചിരുന്നതെന്ന് മാത്രം. വയനാട് ചുരൽമല പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു ശാസ്ത്രീയമായിട്ട്, ജ്യോതിഷത്തിൽ അത് പറയുന്നുണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ ഇപ്പൊ കടലേറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അത് എത്രത്തോളം നമുക്ക് ചന്ദ്രനും ജലമയനായിട്ടാണ് ജ്യോതിഷത്തില് സങ്കല്പം. അത് ഓരോ ഗ്രഹങ്ങളുടെയും പേര് കൊടുത്തിരിക്കുന്നത് അങ്ങനെ. ഏറ്റവും വലിയ ഗ്രഹം ആയതുകൊണ്ട് ഗുരു വ്യാഴത്തിന് കൊടുത്തു, ഏറ്റവും മെല്ലെ ചലിക്കണത് കൊണ്ട് മന്ദൻ എന്ന് പറഞ്ഞിട്ട് ശനിക്ക് കൊടുത്തു, ചുവന്ന നിറായത് കൊണ്ട് ലോഹിതാങ്കൻ അല്ലെങ്കിൽ കുജൻ, ഭൂമിക്ക് സമാൻ. കൂ എന്ന് പറഞ്ഞാൽ ഭൂമിനാശം അർത്ഥം, കം എന്ന് പറഞ്ഞാൽ തല എന്നാണ്, കാ എന്ന് പറഞ്ഞാൽ കാലൻ, ഹ എന്ന് പറഞ്ഞാൽ ബ്രഹ്മ. ഓരോ അക്ഷരങ്ങളുടെ വള്ളി പുള്ളി വരുന്നതിനനുസരിച്ചിട്ടാണ് ഈ അർത്ഥങ്ങൾ വരുന്നത്. ഭൂമിക്ക് സമാനമായിട്ടുള്ളതാണ് ചൊവ്വ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ. അപ്പോൾ ഈ ചന്ദ്രൻ്റെ എഫക്റ്റാണ് ടൈഡ്സും ഏറ്റവും വലിയ ഇറക്കമൊക്കെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് സമുദ്രത്തിലാണ് എല്ലാ ഗ്രഹങ്ങളുടെ എഫക്റ്റ് കൂടുതൽ ബാധിക്കുക, 3/4 ഭാഗം വെള്ളമായതുകൊണ്ട്. അതുപോലെ എപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്തുണ്ടാകുന്ന അതിശക്തമായ മഴയുണ്ട്. അപ്പൊ എപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ളത് എന്താ വെച്ചാൽ അത് ന്യൂനമർദ്ദം കാരണം കൊണ്ടാണ് മഴ സംഭവിക്കുന്നത്. ഇപ്പോൾ ഈ അടുത്ത് തന്നെ നമുക്കറിയാം, ഇപ്പോൾ മെയ് പകുതിയോട് കൂടി തന്നെ വളരെ അതിശക്തമായിട്ടുള്ള മഴയും കാറ്റും ഒരുപാട് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ ഒരു വർഷം ഇത്തരത്തില് മഴ മുമ്പ് വരാനുണ്ടായിട്ടുള്ള ഒരു റീസൺ എന്തായിരിക്കാം? അത് ചില രാശികളെ ജലരാശികളായിട്ടും ചില ഗ്രഹങ്ങളെ ജലഗ്രഹങ്ങളായിട്ടും സങ്കല്പിക്കുന്നതാണ് ജ്യോതിഷത്തിൻ്റെ ഒരു സങ്കല്പം. ശുക്രനെ ജലഗ്രഹമായിട്ടും മറ്റേ മീനം, കർക്കിടകം, കന്നി അങ്ങനെയുള്ള രാശികളെ ജലരാശികളൊക്കെ ആയിട്ടാണ് പറയണത്. അപ്പോൾ ശുക്രൻ മീനൻ രാശിയിലാണ് നിന്നിരുന്നത്. ബുധനാണെങ്കിൽ മേടൻ രാശിയിലേക്ക് കടക്കണത് ഈ മെയ് 25 അങ്ങനെയുള്ള സമയത്ത് മഴ കൂടുതൽ മുൻ വർഷങ്ങളിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ സമയത്ത് വരും എന്ന് പറയുന്നത്. അതും ജ്യോതിഷപരമായിട്ട് നമുക്ക് മുന്നേ കൂട്ടി കാണാവുന്ന ഒരു കാര്യമായിരുന്നു. ഇത് നമുക്ക് പഴയ ഡാറ്റ എടുത്തിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചറിയാൻ പറ്റുന്നതാണ്. എന്റെ പ്രോജക്റ്റ് അതാണ് പ്രോജക്റ്റ്. ഇപ്പോ കാലാവസ്ഥാ നിരീക്ഷകരുണ്ട്, അവര് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ മഴയായാലും അല്ലെങ്കിൽ പ്രകൃതിക്ഷോഭങ്ങളൊക്കെ ആയിട്ട് അവരെങ്ങനെയായിരിക്കാം വിലയിരുത്തുന്നുണ്ടാവുക?
അവര് ഈ ഓരോ ദിവസം ഇങ്ങനെ മെഷർ ചെയ്യണ ടെമ്പറേച്ചർ, റെയിൻഫോൾ, ഹ്യൂമിഡിറ്റി, വിൻഡ് സ്പീഡ്, വിൻഡ് ഡയറക്ഷൻ, ഇവാപ്പറേഷൻ, അങ്ങനെ കുറേ വേരിയബിൾസ് ഉണ്ട്. അത് യൂസ് ചെയ്തുകൊണ്ട് അവരുടെ പഴയ ഡാറ്റയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻസ് വെച്ചിട്ടാണ് അവരും പ്രിഡിക്ഷൻ നടത്തുന്നത്. ഇപ്പൊ പിന്നെ ഉപഗ്രഹങ്ങളുടെ ചിത്രങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യേണ്ടതാണ്. ഇപ്പൊ പണ്ടൊന്നും നമ്മൾ അങ്ങനെ ന്യൂനമർദ്ദം എന്നുള്ളതൊന്നും അങ്ങനെ കേൾക്കാറില്ല അല്ലെ. പക്ഷെ ഇപ്പൊ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു വാക്കാണ് ന്യൂനമർദ്ദം എന്നുള്ളത്. അതുകൊണ്ടാണ് മഴയുണ്ടാവുന്നത്, അല്ലെങ്കിൽ അതുകൊണ്ടാണ് പ്രകൃതിക്ഷോഭങ്ങൾ വരെ ഉണ്ടാകുന്നത് എന്നൊക്കെ നമ്മൾ വായിച്ചിട്ടും അറിഞ്ഞിട്ടൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പൊ എന്താണ് അതിന്റെ ഒരു ശാസ്ത്രീയത എന്താണ്? അത് കടലില് എപ്പോഴും മഴ പെയ്യണത് അങ്ങനെയാണ്. മർദ്ദം കുറഞ്ഞ സ്ഥലത്തേക്ക് മർദ്ദം കൂടിയ സ്ഥലത്ത് നിന്ന് കാറ്റ് വീശുമ്പോഴാണ് നീരാവിയൊക്കെ ഇവിടെ വരണതും അത് ഉറഞ്ഞ് മഴയായിട്ട് പെയ്യണതും. കടലിൽ തിരിച്ച് പകൽ സമയത്ത് നമ്മുടെ കര ചൂടായി കിടക്കും, അതുകൊണ്ട് കടലിൽ നിന്ന് ഇങ്ങോട്ട് കാറ്റ് വീശും. രാത്രിയാകുമ്പോൾ കര തണുക്കും, കടൽ ചൂടായിട്ട് കിടക്കും, അപ്പോൾ അങ്ങോട്ട് തിരിച്ച് വീശും. അപ്പോൾ അവിടെ കടലിൽ ടെമ്പറേച്ചറിൻ്റെ ഒരു ഡിഫറൻസ്, ഒരു ന്യൂനമർദ്ദം ഫോം ചെയ്യുമല്ലോ. അത് കുറച്ചും കൂടി കൂടുതലായിട്ട് വരുമ്പോഴാണ് ശരിക്ക് ന്യൂനമർദ്ദം എന്ന് പറയുന്നത്. ഇപ്പോൾ ഉപഗ്രഹങ്ങളുടെ സാങ്കേതിക വിദ്യയൊക്കെ വന്നത് കൊണ്ടാണ് അത് കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റണത്, കണ്ടുപിടിക്കാനും. ഇപ്പോൾ പലരും കാലാവസ്ഥാ പ്രവചനങ്ങൾ നടത്തിയാൽ തന്നെ അതിനെ കളിയാക്കുന്ന, നമ്മളത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഈ ജ്യോതിഷിമാരൊക്കെ ഇങ്ങനത്തെ പ്രവചനങ്ങൾ നടത്തുമ്പോൾ അതിനെ കളിയാക്കുന്ന രീതിയിലൊക്കെ പലപ്പോഴും പല കോണുകളിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ മാഷ് പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഇതുപോലത്തുള്ള പ്രെഡിക്ഷൻസ് ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടി ക്ലാരിഫിക്കേഷൻ ആയിട്ട് നമുക്ക് പൊതുസമൂഹത്തിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കില്ലേ? അത് പറ്റും. അത് പഴയ ഡാറ്റ വെച്ചിട്ട് നമുക്ക് ഓരോ പാറ്റേണും വേണമെങ്കിൽ അനലൈസ് ചെയ്ത് നോക്കി വെക്കാം. ഓരോ പാറ്റേൺ വരുന്ന സമയത്ത് എത്ര മില്ലിമീറ്റർ മഴ കിട്ടുന്നുണ്ട്, എത്ര വരെ ടെമ്പറേച്ചർ ഉയരുന്നുണ്ട്, അതൊക്കെ നമുക്ക് ഈ ഡാറ്റ മൈനിങ് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിൽ സ്റ്റാറ്റിസ്റ്റിക്സിന് പറ്റാത്ത ഒരു ഏരിയ ഇതിന് പറ്റും. ഇതിൽ ഡാറ്റയൊക്കെ സർക്കുലർ ആയിട്ടാണ്, പ്ലാനറ്ററി പൊസിഷൻ. ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ 3-ൻ്റെയും 5-ൻ്റെയും ആവറേജ് കാണാൻ പറഞ്ഞാൽ 3+5 8/2 4 എന്ന് കിട്ടും. അതേ സമയത്ത് 355 ഡിഗ്രിയുടെയും 5 ഡിഗ്രിയുടെയും ആവറേജ് കാണാൻ പറഞ്ഞാൽ 355 5 360/2 150 കിട്ടുക. അത് തെറ്റല്ലേ? 360 നമുക്ക് കിട്ടണ്ടേ? അപ്പോൾ ഇവിടെ അതും കൂടി കൺസിഡർ ചെയ്തിട്ടാണ് ജ്യോതിഷത്തിൽ കാൽക്കുലേഷൻ നടക്കുന്നത്. അല്ലെങ്കിലും അതിന് ഇപ്പോൾ ഒരു ഈച്ച പറന്ന് പോകാനായിരിക്കുക, അപ്പോൾ അതിനൊരു എക്സ് ആക്സിസ് ഉണ്ടാവും, ഒരു പർട്ടിക്കുലർ പോയിന്റിലെത്തുമ്പോൾ എക്സ് ആക്സിസ് ഉണ്ടാവും, വൈ ആക്സിസ് ഉണ്ടാവും, സെഡ് ആക്സിസ് ഉണ്ടാവും. അതിന് അവിടെ എത്തിയിട്ടുള്ള ടൈം റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും, അവിടെ എത്തിയിട്ടുള്ള എത്തുമ്പോഴുള്ള വെലോസിറ്റി, അതിനൊരു ആക്സലറേഷൻ, അങ്ങനെ കുറേ ഘടകങ്ങളുണ്ട്. മാക്സിമം 11 എന്താ പറയുക 11 സർഫസ് അല്ലെങ്കിൽ 12 കോർഡിനേറ്റുകളുള്ള ഒരു 12 ഡയമെൻഷനിലുള്ള ഒരു പോയിന്റ് മാത്രമേ പറയാൻ പറ്റുള്ളൂ എന്നാണ് മോഡേൺ ഫിസിക്സ് പറയണത്. എം തിയറി പ്രകാരം, ബോസോൺ തിയറി പ്രകാരം 27 ഡയമെൻഷൻ വരെ പോകാന്ന് പറയുന്നുണ്ട്. ഈ 12 ആണെങ്കിലും ഈ രാശിയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും, 27 ആണെങ്കിൽ നക്ഷത്രമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ മോഡേൺ ഫിസിക്സിന് ഈ ജ്യോതിഷമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും ശരിക്കും. അത് വെച്ചിട്ട് നമുക്ക് ഈ കോർഡിനേറ്റ് ജിയോമെട്രി ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും അതിൽ. അപ്പം അതുകൊണ്ട് മാഷിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ നമുക്കത് മുന്നേ കൂട്ടി അത് എങ്ങനെയാണ് പ്രവചിക്കുക എന്നുള്ളതുള്ള ഒരുപാട് ശാസ്ത്രീയ വശങ്ങൾ പറഞ്ഞു. പക്ഷെ ഇപ്പോഴും നമ്മളെപ്പോഴും പറയുന്നത് കാലാവസ്ഥയാണ്, ഒരിക്കലും നമുക്ക് പ്രവചിക്കാനായിട്ട് സാധിക്കില്ല. ഇപ്പോൾ ദുരന്തങ്ങളൊക്കെ അതുപോലെയാണ്. ഇപ്പോൾ ഉരുൾപൊട്ടലായാലും ഇപ്പോൾ നമുക്ക് അങ്ങനെ അവിടെ ഉണ്ടാവാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്ന് അറിഞ്ഞാൽ നമുക്ക് ഏറ്റവും എളുപ്പമായിട്ട് അവിടെയുള്ള ജനങ്ങളെ മാറ്റി പാർപ്പിക്കാം, ഒരുപാട് ജീവനുകൾ രക്ഷിക്കാൻ കഴിയുന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. കാരണം പ്രകൃതിക്ഷോഭങ്ങൾ ഒരിക്കലും നമുക്കത് തടഞ്ഞു നിർത്താൻ പറ്റുന്നതല്ല, പക്ഷെ മുമ്പ് കൂട്ടി നമുക്കത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരുപാട് ആളുകളുടെ ജീവൻ രക്ഷിക്കാന്നുള്ള ഒരു ഏറ്റവും വലിയൊരു എളുപ്പമാർഗം നമുക്ക് സാധിക്കും. പക്ഷെ ഇപ്പോഴും അതിന്റെ ഒരു കൃത്യത അല്ലെങ്കിൽ അതിന് ഒരു ക്ലാരിഫൈ എപ്പോഴും ഉണ്ടാവുന്നില്ല. അപ്പോൾ ഈ സാറിന്റെ അഭിപ്രായത്തിൽ അത് എങ്ങനെ കുറച്ചും കൂടി കാര്യക്ഷമമായിട്ട് ഈ കാലാവസ്ഥാ പ്രവചനം ജ്യോതിഷവുമായി ബന്ധപ്പെടുത്തിയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും? അത് കാലാവസ്ഥാ വിദഗ്ധരെയും സ്റ്റാറ്റിസ്റ്റിഷ്യൻസിനെയും ഈ ആസ്ട്രോളജേഴ്സിനെയും കൂടി ഒരുമിച്ചെടുത്തിക്കൊണ്ട് ഒരു മോഡൽ ഒക്കെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇന്ത്യയുടെ അല്ലെങ്കിൽ കേരളത്തിൻ്റെങ്കിലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ സാധാരണ ഇപ്പോൾ മാഷ് ഒരുപാട് മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരാളാണ്, ശാസ്ത്രജ്ഞനാണ്, അല്ലെങ്കിൽ ജ്യോതിഷവുമായിട്ട് ഒരുപാട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് മാഷയ്ക്ക് എന്താണ് തോന്നിയിട്ടുള്ളത്? ഇപ്പോൾ ഒരു ജ്യോതിഷി പറയുമ്പോൾ അത് പൊതുസമൂഹം ഏത് രീതിയിലാണ് എടുക്കുന്നത്? അതുപോലുള്ള ഏതെങ്കിലും അങ്ങനെ ഒരു സിറ്റുവേഷൻസിലൂടെ കടന്നു പോകേണ്ട ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടോ? ജ്യോതിഷി
പറയുമ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ അവർ ഈ സാധാരണ ജനങ്ങളായിട്ട് ഏറ്റവും അടുത്ത് ഇടപഴകുന്നവരാണ് ജ്യോതിഷികൾ. അപ്പോൾ അവർ പറഞ്ഞാൽ അത് കേൾക്കാനും അതനുസരിക്കാനും ജനങ്ങൾക്ക് പറ്റും. ഇപ്പോൾ ഒരു അഷ്ടമംഗല പ്രശ്നം നടക്കുന്നുണ്ടെങ്കിൽ അവിടെ ഇന്ന മരങ്ങൾ വെക്കണമെന്നും അല്ലെങ്കിൽ ഇന്ന സ്ഥലം വൃത്തിയാക്കണമെന്നും ഇന്ന കുളം കിണറൊക്കെ വൃത്തിയാക്കണം എന്നൊക്കെ പറഞ്ഞാൽ അപ്പം പെട്ടെന്ന് ചെയ്യാൻ ഇവർ തയ്യാറാവും. അല്ലെങ്കിൽ ഒരുപാട് ദുരന്തങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും പറഞ്ഞു കഴിഞ്ഞാൽ പേടിച്ചിട്ടെങ്കിൽ അവർ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ മരം വയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പിന്നെ സംരക്ഷിക്കലൊന്നും ഉണ്ടാവില്ല, മറ്റത് കൃത്യമായിട്ട് സംരക്ഷിക്കും. അതേപോലെ ഓരോരുത്തരെയും സൈക്കോളജിക്കലായിട്ട് ഭയങ്കരമായിട്ട് മാറ്റം വരുത്താൻ ഈ ജ്യോതിഷിക്ക് പറ്റും. പക്ഷെ മറ്റേത് ശാസ്ത്രീയമായിട്ട് പറയുമ്പോൾ അവർ അതിനെ അത്രമാത്രം ആ ഒരു രീതിയിൽ എടുക്കുന്നില്ല എന്നുള്ളതാണ് അല്ലെ. ഇപ്പൊ മാഷൊക്കെ എന്താണ് ഈ ഒരു ജ്യോതിഷത്തോട് അല്ലെങ്കിൽ ഗണിതശാസ്ത്രം ഇതൊക്കെ അരച്ച് കലക്കി കുടിച്ചിരിക്കുന്ന ഒരാളാണ്. അപ്പൊ എന്തായിരുന്നു അതിനോടുള്ള ഒരു താല്പര്യം എങ്ങനെയായിരുന്നു? അച്ഛൻ ജ്യോത്സ്യനായിരുന്നു. അപ്പോൾ കബഡിയുടെ മുകളിൽ കാൽക്കുലേഷൻസ് ഒക്കെ ഭയങ്കര സ്പീഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരിത് കണ്ടിട്ടാണ് നമ്മൾ അതിൽ അട്രാക്റ്റ് ആയത്. ഇപ്പോൾ കാൽക്കുലേറ്ററിൽ കുത്തനേക്കാൾ സ്പീഡിൽ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനൊക്കെ പറ്റും. അത് 20 ഡിഗ്രി 35 മിനിറ്റ് 46 സെക്കൻഡിനെയൊക്കെ നമുക്ക് സാധാരണ ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരണം. 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് മിനിറ്റാക്കി, മിനിറ്റിനെ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സെക്കൻഡ് ആക്കിയിട്ടൊക്കെ കൊണ്ടുവരണം. പക്ഷേ ഇത് അവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് കാൽക്കുലേഷൻ നടത്താൻ പറ്റും കബഡിയിൽ. അത് കണ്ടിട്ടൊരു ഇൻട്രസ്റ്റ് വന്നതാണ്. അപ്പൊ ഈ ജ്യോതിഷം എന്ന് പറയുമ്പോൾ അത് തികച്ചും ഒരു കണക്കുമായിട്ട് ബേസ് ആയിട്ട് തന്നെയാണ് ജ്യോതിഷവും ചെയ്യുന്നത്. ചിലർക്ക് അതൊരു അന്ധവിശ്വാസമാണ് അല്ലെ, അങ്ങനത്തെ ഒരു എപ്പോഴും ഒരു കൺസെപ്റ്റ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ജ്യോതിഷം എന്ന് പറയുമ്പോൾ അതൊരു മാത്തമാറ്റിക്സ് തന്നെയാണോ? അത് മാത്തമാറ്റിക്സും സ്റ്റാറ്റിസ്റ്റിക്സും പോലെയാ. മാത്തമാറ്റിക്സിൽ നമ്മൾ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാനുള്ള ഒരു ഫോർമുല ഉണ്ടെങ്കിൽ അതിൽ വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിൻ്റെ ഏരിയ കിട്ടും. പക്ഷേ സ്റ്റാറ്റിസ്റ്റിക്സിൽ അങ്ങനെയല്ല. സ്റ്റാറ്റിസ്റ്റിക്സിൽ ഇപ്പോൾ ഇന്ത്യയിലെ ജനങ്ങളുടെ ആവറേജ് ഇൻകം എസ്റ്റിമേറ്റ് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ നമുക്ക് ഇന്ത്യയിലെ എല്ലാ ജനങ്ങളെയും കാണാൻ പറ്റില്ല, കണ്ടാലും കൃത്യമായിട്ട് പറയില്ല. അപ്പോൾ നമ്മൾ ഓരോ പർട്ടിക്കുലർ ഏരിയയിൽ മാത്രം പോയിട്ട് ഡാറ്റ കളക്ട് ചെയ്തിട്ട് അതിന് ഒരു എസ്റ്റിമേറ്റ് ഉണ്ടാക്കിയിട്ടാണ് പ്രെഡിക്റ്റ് ചെയ്യണത്. അപ്പോൾ ശരിക്കും ഒരു എറർ വരും. ആ എററിനെ കുറയ്ക്കുക എന്നുള്ളതാണ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ തിയറി. അതേപോലെയാണ് ജ്യോതിഷത്തിൽ ഇപ്പോൾ ഞാൻ മേടമാസത്തിലെ മഴ എസ്റ്റിമേറ്റ് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ മേടമാസത്തിലെ ഡാറ്റ എടുത്തിട്ട് അതിന് ഒരു എസ്റ്റിമേറ്റ് ഉണ്ടാക്കി വെക്കുകയാണ്. അപ്പോൾ ഇതിൽ ഇത്ര വരുന്നു, അതിൽ മേടമാസത്തിൽ ചൊവ്വ മേടം രാശിയിൽ വരുമ്പോൾ എത്ര വരും എന്നൊക്കെ ഇങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇത് വെച്ചിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം. അതേപോലെ ഈ ഒരു മാസത്തെ ഗ്രഹനില കൂടി എന്നിട്ട് ഇങ്ങനെ വരുമ്പോൾ എത്രയാണ് വരണത് അത് വെച്ചിട്ട് ഇങ്ങനെ വരാൻ സാധ്യതയുണ്ടെന്ന് പറയാൻ പറ്റും. ഓരോ വ്യക്തികളുടെയും അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത് പഴയ ഡാറ്റ അവരുടെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെയുള്ള ആളുകളാണെങ്കിൽ ഇത്ര ഹൈറ്റേ വരുള്ളൂ, അവരുടെ കളർ ഇത്രയായിരിക്കും എന്നൊക്കെ പറയാൻ പറ്റും. അതിപ്പോ നമ്മുടെ ഗ്രഹനിലയിലും ആ രീതിയിൽ തന്നെയാണ് നോക്കുന്നത്. ഇപ്പൊ ഈ പ്രകൃതിക്ഷോഭങ്ങളുടെ കാര്യം പറയുമ്പോൾ ഇനി ഇപ്പോ പെട്ടെന്നുണ്ടാകുന്നതാണ് അല്ലെ. ഇപ്പോ വയനാട്ടിലെയും സംഭവം പെട്ടെന്നുണ്ടായിട്ടുള്ള ഒരു വലിയൊരു ദുരന്തമായിരുന്നു. അതുപോലെ ഇനി ഏതെങ്കിലും അങ്ങനത്തെ ഒരു ദുരന്ത സാധ്യതകളോ അല്ലെങ്കിൽ പ്രകൃതിക്ഷോഭങ്ങളോ വരാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്? ഈ ആഗസ്റ്റ് വരെ നല്ല മഴയുള്ള ഒരു കാലഘട്ടമാണെന്ന് മാത്രം. ജൂൺ 22 തൊട്ട് ജൂൺ 22-ന് ശേഷം മഴ കൂടാനുള്ള കാലാവസ്ഥാ മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ അത് പെട്ടെന്ന് സംഭവിക്കുന്നതാണ് അല്ലെ. ഇപ്പൊ പലപ്പോഴും വെയിലും മഴയും കൂടി ഉണ്ടാവാറുണ്ട്. നമ്മളൊക്കെ പറയും കുറുക്കന്റെ കല്യാണത്തിനാണ്, അങ്ങനെയൊക്കെ തമാശ രൂപേണ പറയാറുണ്ട്. സത്യത്തിൽ അതിന്റെ ഒരു ശാസ്ത്രീയ വശം എന്താണ്? ഈ പ്രകൃതി ദുരന്തങ്ങൾ വരണത് ശരിക്കും എനിക്ക് തോന്നുന്നത് വനനശീകരണം, മറ്റുള്ള കുന്നിടിക്കലും, അങ്ങനത്തെ മനുഷ്യരുടേതായിട്ടുള്ള കുറേ പ്രശ്നങ്ങളെ കൊണ്ട്, പിന്നെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് നന്നായിട്ട് കൂടിയിട്ടുണ്ട്. അതിൻ്റെ 417 ppm ഒക്കെയാണെന്ന് തോന്നുന്നു. ഇപ്പോൾ 400-ന്റെ മുകളിൽ കിടന്നിട്ട് തന്നെ കുറച്ച് വർഷങ്ങളായിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ആഘാതങ്ങളായിരിക്കും ഇങ്ങനത്തെ പെട്ടെന്ന് കാലാവസ്ഥയിലുള്ള ചേഞ്ച് വരുന്നതിനുള്ള പ്രധാന കാരണം. ഇപ്പൊ ഇത്തരത്തിൽ കാലാവസ്ഥ പ്രവചനങ്ങള് എത്രത്തോളം നമ്മൾ കണ്ടിട്ട് മുന്നൊരുക്കങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും? അതിനെക്കുറിച്ചൊക്കെ സാറ് ചിന്തിക്കാറുണ്ടോ? അല്ലെങ്കിൽ അത് എത്രത്തോളം ഇപ്പോൾ പ്രെഡിക്ഷൻ അതിനെത്രത്തോളം നമുക്ക് കാര്യക്ഷമമായിട്ട് ഉപയോഗപ്പെടുത്താൻ കഴിയും? പ്രത്യേകിച്ച് ഇപ്പോൾ മാഷ് പറഞ്ഞ പോലെ തന്നെ ഒരു ജ്യോതിഷവുമായി ബന്ധപ്പെടുത്തിയിട്ടാകുമ്പോൾ കുറച്ചും കൂടിയും അതിന്റെ ക്ലാരിഫിക്കേഷൻ കൂടും എന്ന് തോന്നുന്നു. ദീർഘകാല കാലാവസ്ഥ പ്രവചനം ആധുനിക കാലാവസ്ഥാ ശാസ്ത്രത്തിന് കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. ഈ ജ്യോതിഷിയെ സംബന്ധിച്ചിടത്തോളം ഈ ഗ്രഹങ്ങളുടെ പൊസിഷനൊക്കെ വേണമെങ്കിൽ നമുക്ക് 100 കൊല്ലത്തെ മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ അതൊരു വലിയൊരു കാര്യമാണ് അല്ലെ. അങ്ങനെ അത്രയും വർഷത്തെ പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുക എന്ന് പറയുമ്പോൾ അത് കുറച്ചും കൂടി കാര്യക്ഷമമായിട്ട് ഉപയോഗപ്പെടുത്താൻ എനിക്ക് തോന്നുന്നു അധികാരികൾ മുന്നോട്ട് വന്നാൽ കുറച്ചൊക്കെ നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെ തോന്നിയിട്ടുണ്ടോ മാഷിക്ക്? അങ്ങനത്തെ മാറ്റങ്ങൾ എന്തായാലും കൊണ്ടുവരാൻ പറ്റും. ഓക്കെ മാഷെ, നമ്മുടെ സമയം ഇന്ന് കഴിയാണ്.
അപ്പോൾ മാഷ് പറഞ്ഞ പോലെ തന്നെ ഇതെല്ലാം ഒരു ജ്യോതിഷവുമായി ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ അതിൻ്റെ ശാസ്ത്രീയവുമായി ബന്ധപ്പെടുത്തിയൊക്കെ കുറച്ചും കൂടി നല്ല രീതിയിൽ കാലാവസ്ഥാ പ്രവചനം സാധ്യമാക്കാൻ നമുക്ക് സാധിക്കും. പക്ഷേ അതിന് ജ്യോതിഷികളുടെ ഒരു ഇടപെടൽ കൂടി ഉണ്ടാവാൻ ഉള്ള ഒരു സ്പേസ് ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പോൾ മാഷ് ഇപ്പോൾ പറഞ്ഞത് ജൂൺ 22-ാം തീയതിക്ക് ശേഷം മാഷ് ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് മഴ കുറച്ചും കൂടി ശക്തമാവാനുള്ള സാധ്യതയുണ്ട്. ഓഗസ്റ്റ് വരെ ആ രീതിയിൽ മഴ ഉണ്ടാവാൻ സാധ്യത എന്താണ്. എന്തായാലും നമുക്ക് നോക്കാം. അല്ല, എന്തായാലും ഇന്നത്തെ സമയം ഇവിടെ കഴിയാണ്. അപ്പോൾ നമ്മളോട് ഇത്ര നേരം ഈ ഒരു കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചും അതിൻ്റെ ശാസ്ത്രീയതയെക്കുറിച്ചൊക്കെ സംസാരിച്ചത് ഉണ്ണികൃഷ്ണൻ തെക്കേപ്പാട്ടാണ്. അപ്പോൾ സാർ വളരെയധികം നന്ദി. ഇനിയും നമുക്ക് അടുത്തൊരു വിഷയവുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.